ഇറാനുമായി എങ്ങനെയാണ് ആണവ പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട കരാറുകൾ പുനഃസ്ഥാപിക്കുക, അതുമായി ബന്ധപ്പെട്ട് US വലിയ ആശങ്കയുണ്ട്. റഷ്യയുടെ സഹായം ഇറാൻ ഉള്ളതുകൊണ്ട് തന്നെ US പെട്ടെന്ന് ആ ഒരു നിയന്ത്രണ രേഖ ഭേദിച്ചുകൊണ്ട് നേരിട്ട് ഖമനേയിയുമായി ഒരു കൊമ്പുകോർക്കലിലേക്ക് ഇനി അത്ര എളുപ്പമല്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഭയപ്പാടിലാണ്. റഷ്യ ഉക്രൈനുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ്റെ ടെറിട്ടറികൾ പിടിച്ചെടുക്കുമ്പോൾ അമേരിക്ക എന്തുകൊണ്ടാണ് ഉക്രൈനെ ശാസിക്കാൻ ശ്രമിക്കുന്നത്? ഇതൊരു മേക്ക് ബിലീഫാണ്. അതായത് അമേരിക്ക പഴയതുപോലെയല്ല, ഉക്രൈൻ്റെ തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കില്ല എന്ന് റഷ്യയെ ധരിപ്പിക്കണം, കൺവിൻസ് ചെയ്യിപ്പിക്കണം. പക്ഷേ റഷ്യ ഇതൊന്നും കണ്ട് ഒരു രീതിയിലും ഊസലില്ലാതെ തന്നെ നിൽക്കുകയാണ്. എന്താണ് കാരണം? ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയി 2 ദിവസം മുമ്പ് ഇറാൻ പാർലമെന്റിൽ കൃത്യമായി ഒരു പ്രസ്താവന നടത്തി. അതായത് ഇറാന്റെ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം ഇസ്രയേലിൻ്റെ 20 വർഷത്തെ പ്ലാനിങ്ങുകളാണ് തകർത്തെറിഞ്ഞത്. ഇസ്രയേൽ നിർമ്മിച്ച ഉരുക്ക് ഡോമുകൾ ചിന്നിച്ചിതറി. അമേരിക്കയ്ക്കുണ്ടായ നഷ്ടം വളരെ ഭീമമാണ്. ഖത്തറിലുള്ള അവരുടെ എയർബേസ് തകർത്തു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായി അമേരിക്കയുടെ ആയുധങ്ങളെ തവിടുപൊടിയാക്കാൻ ഇറാന് നിമിഷ നേരങ്ങൾ കൊണ്ട് കഴിഞ്ഞു. ആണവായുധം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല കാര്യം, അത് പ്രയോഗിക്കാൻ, അതല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു രാജ്യത്തിന് ആണവായുധം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഇല്ലെങ്കിലും ആണവായുധം കൊടുക്കാൻ ഉറ്റ ചങ്കായി റഷ്യ ഉണ്ട് എന്നുള്ളത് നന്നായി അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഇനി ആണവ കരാറും ആണവ പദ്ധതിയും എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റികൾ ഇനി ഇറാൻ ചെയ്യരുത് എന്ന് നാഴികയ്ക്ക് 40 വട്ടം US പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് UN അറ്റോമിക് സെൻറ്ററുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ ഏകപക്ഷീയമായി പിന്മാറ്റം നടത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും സാമ്രാജ്യത്വ ശൈലിക്ക് വിധേയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. എല്ലാ തരത്തിലും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതി വിമതരെയും സംരക്ഷിക്കുന്ന ഖമനേയിയെ തീർത്ത് കളയണം എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ നയം. എന്നാൽ നെതന്യാഹുവിൻ്റെ ആ സ്വപ്നം ഈ ജന്മത്തിൽ പൂവണിയാൻ പോകുന്നില്ല എന്നുള്ളത് ഖമനേയി പരിഹാസത്തോടെ പറഞ്ഞു. 87 വയസ്സായി എനിക്ക് എന്ന് ഖമനേയി വ്യക്തമാക്കുകയാണ്. അതിനിടയിൽ പലതവണ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട്. എന്നാൽ നെതന്യാഹുവിൻ്റെ ഉമ്മാക്കി കണ്ട് പേടിച്ച് ചുരുണ്ട് ബങ്കറിലിരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് ഉറക്കെ ഖമനേയി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.